എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. വോട്ടർ ലിസ്റ്റിൽ പേരില്ലെന്നെങ്കിൽ ആ പേര് ആഡ് ചെയ്യാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അന്വേഷിക്കുക, അത് ചെയ്യുക. ഓക്കെ. പിന്നെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ചുറ്റുപാടിലെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്, ഏറ്റവും നല്ല വിദ്യാഭ്യാസം തരുന്നത് ആരാണ്, ഏറ്റവും നല്ല ആരോഗ്യ ഹോസ്പിറ്റാലിറ്റീസ് നമുക്ക് തരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസ് തരുന്നത് ആരാണ്, തന്നിട്ടുള്ളത് ആരാണ്, നമ്മൾ പരിശോധിക്കുക. നമ്മുടെ ചുറ്റുപാടുള്ള ആശുപത്രികൾ, സ്കൂളുകളൊക്കെ തന്നെ പരിശോധിക്കുക. അന്യ സംസ്ഥാനങ്ങളിൽ പരിശോധിക്കുക. ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുക. ഏത് കാലഘട്ടത്തിൽ, ആരുടെ ഭരണകാലത്ത്, ഇതൊക്കെ പരിശോധിക്കുക. ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് പോകേണ്ടത്. കാരണം നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തലമുറയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് മറക്കരുത്. കൊറോണ വന്നു കഴിഞ്ഞാൽ പാത്രത്തിൽ കൊട്ടി കഴിഞ്ഞാൽ കൊറോണ പോവും എന്ന് പറയുന്ന വിവരത്തിൻ്റെ മുകളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. അത് ആ ഒരു അങ്ങനെയല്ല. അത് ചാണകവെള്ളം കൊണ്ട് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മേത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖം മാറില്ലെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു വിവരം നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതിലേക്ക് ആരാണോ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ തരുന്നത് അവർക്ക് നമ്മൾ വോട്ട് ചെയ്യുക. അതിൽ യാതൊരു വിധ വിട്ടുവീഴ്ച നിങ്ങൾ ഉണ്ടാക്കരുത്. കാരണം ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ വികസനം എല്ലാം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്. ഓക്കെ. പിന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വൈരാഗ്യങ്ങളോ നിങ്ങളുടെ പ്രതികാരങ്ങളോ തീർക്കാനുള്ളവരല്ല ഞങ്ങൾ എന്ന് പറയുന്നത്. PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ അംഗമായില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉത്തരവാദിത്തം. അതൊരു നല്ല നയമല്ല. പ്രത്യേകിച്ച് ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക്. ഒരു ആരോഗ്യ മേഖലയിൽ ഇരിക്കുന്ന ഒരു ബോർഡിൻ്റെ മുകളിൽ PM എന്ന് ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെട്ടിച്ചുരുക്കേണ്ടതല്ല ഞങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഫണ്ട് പോകുന്നത് ഇവിടുത്തെ ഓരോ പൗരൻ്റെയും നികുതി പണം തന്നെയാണ്. ആ പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ നിങ്ങളുടെ പേര് തന്നെ ആവശ്യമില്ല. നിങ്ങളുടെ പേര് ഞങ്ങൾക്ക് വേണ്ട. PM എന്ന് പറയുന്ന ഒരു പേര് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ആരും ഔദാര്യങ്ങളല്ല സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ അവകാശങ്ങളും ഞങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളാണ്. ഇത് നമുക്ക് ഓരോരുത്തർക്കും ബോധം ഉണ്ടാവണം. ഓരോ ആളുകൾക്കും ബോധം ഉണ്ടാവണം. നമുക്ക് അവരുടെ പരസ്യം കാണാനോ അവരുടെ മുഖം കാണാനോ അല്ല നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ കാശ് കൊണ്ടാണ് അവർ നമ്മളതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ സിസ്റ്റം തന്നെ ഉണ്ടാകുന്നത്. ഒരു ഫെഡറൽ സിസ്റ്റം, നമ്മുടെ ഒരു സംസ്ഥാനമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഫെഡറൽ സിസ്റ്റം ഉണ്ടാകുന്നത് പോലും നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ അവരുടെ പേര് ചേർത്തില്ല, ഈ പാർട്ടിക്കാരുടെ പേര് ചേർത്തില്ല, അല്ലെങ്കിൽ ഈ പൊസിഷൻ്റെ പേര് ചേർത്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് തരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക ആനുകൂല്യം കിട്ടില്ല എന്ന് പറയുന്ന ഈ പ്രതിഭാസം അല്ലെങ്കിൽ ഈ പരിപാടിയോട് ജനങ്ങൾ മറുപടി കൊടുക്കണം. എനിക്ക് അത്ര പറയാനുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.